അബൂജഹൽ തന്നെ വിളിച്ചു പ്രാർത്ഥിച്ചത് ഖുർആനിൽ നിന്ന് നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഖുർആനൊക്കെ പറഞ്ഞാലും വിശ്വാസമില്ലാത്തവർക്ക് മാലപ്പാട്ടിൽ നിന്നും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറയോനെ ഹാദൽ ബൈത്തുടെ നയന ഹക്കൊട് ബാത്തിൽ രണ്ടിൻ ഇടയൈ പീരിത്തരുളിയിട് ഇന്ത ദിനം തനിലെ നമതിരുഭാഗം നിക്കുവരിൽ ഒരു കൂട്ടം ഹക്കുടയോർ അവരാരുനക്കറിയാം അവർകളെ ഇതിൽ തീരിത്ത് ഖലാസിയത്താക്കിട് നീ പരനേ രണ്ടാലൊരു ദീനിനെ പോരിശയാക്കിനിതായിമിൽ കാത്തുകൾ ഫത്താഹേ താമസം ചെയ്തിടാതു തീരം ചെയ്തിട് നീ ഇരവിന് ഹക്കിമേ സിത്ര അകലാക്കി നിന്നുസുറ ഫത്ഹാക്കുനൈ ഖദ്റാൽ അവർ ദുആ പട്ടാങ്ങിൽ റാഹിമവൻ കബൂലാക്കിയിടൈ സത്യമാൽ. മോയിൻകുട്ടി വൈദ്യരുടെ ബദർ പാട്ട് ഇത് പാടിയിട്ടില്ലേ കഴിഞ്ഞ തവണ? നിങ്ങൾ ചിന്തിച്ചോ, അബൂജഹൽ വിളിച്ച ഈ അള്ള ആരാണ്? അബൂജഹൽ പ്രാർത്ഥിച്ചത് ഏതള്ളയോടാണ്? നമ്മൾ പ്രാർത്ഥിക്കുന്ന അള്ളാനോട് തന്നെയാണോ അബൂജഹൽ പ്രാർത്ഥിച്ചത്? അതോ സങ്കല്പത്തിലുള്ളവർ അള്ളയോടാണോ? ഈ ശബ്ദം കേൾക്കുന്ന സർവ്വ മനുഷ്യർക്കും മനസ്സിലായില്ലേ? അബൂജഹൽ വിളിച്ച അള്ളയും നമ്മൾ വിളിച്ച അള്ളയും സംഗതി ഒന്ന് തന്നെയാണ്. പക്ഷേ നമ്മൾ അള്ളാനെ പറ്റി വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസം അവനില്ല. അങ്ങനെയുണ്ടെങ്കിൽ അവൻ മൂമിനെ മുശ്രിക്കുന്നവനെ പറ്റി പറയോ? കാഫിർ എന്ന് പറയോ? അവൻ മൂമിനി തന്നെയല്ലേ പറയാ, അല്ലേ? അവൻ മൂമിനി എന്ന് തന്നെയല്ലേ പറയാ. പക്ഷെ അതുകൊണ്ട് അവന് അള്ളാഹുവിൽ വിശ്വാസം ഇല്ലാന്ന് വരൂലാണ്. അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, പക്ഷെ വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, അള്ളാഹിനെ കണക്കാക്കേണ്ട പ്രകാരം അവർ കണക്കാക്കിയില്ല. അള്ളാഹുവിന് യോജിക്കാത്ത പലരും അവർ അള്ളാഹുടെ പേരിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഏത് അള്ളാഹുടെ പേരിലാ പറഞ്ഞത്? ഈ അള്ളാഹുടെ പേരിൽ തന്നെയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അവർ പറഞ്ഞത്